ഊട്ടിയിലെ രാത്രിത്തെ കാഴ്ചകൾ കാണണം. അതൊരു വേറെ വൈബ് തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത്. മലരമ്പം നടത്തുന്ന മണിമാനേ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ, ാത്ത ഇല്ലിടം കാട്ടിലെ മുള്ളിലും മേട്ടിലും നാളിപ്പറമ്പിലും ഓടി വന്നെത്തിയ മാനേ പിടിച്ചു കിട്ടും കടവില. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു എന്താ പറയുക, വേറൊരു വ്യൂ തന്നെ കാണാമെന്ന് പറഞ്ഞു. ഐ നിതമ്പം അങ്ങോട്ട് മാറ്റുക. ഒരാൾ കിറ്റടിച്ചു. വിവേകേട്ടൻ മുകളിലേക്ക് വരുന്നില്ലായിരുന്നു, സ്റ്റെപ്പ് കുറേ കയറാനുണ്ടെന്ന് പറഞ്ഞു. കയറി വന്നോ? ഊട്ടി ലൈഫ് താഴെ നിന്നിട്ട് കണ്ടിട്ടല്ല ഉണ്ടാവുള്ളൂ എല്ലാവരും. ഇനിയൊരു സാധനം കാണിച്ചിടാം. ഈ മരം മറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ റോസ് ഗാർഡൻ കാണുന്നില്ല. ഈ രണ്ട് മരം ഊട്ടി പട്ടണത്തിൻ്റെ രാത്രി കാഴ്ചകൾ. ബസ് സ്റ്റാൻഡ്, അതെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് പോകണോ കറങ്ങിട്ട്? അത് റെയിൽവേ സ്റ്റേഷൻ. അതോ അത് ഇത് പിന്നെ എന്ത് വേൾഡാണ് ഇത്? അയ്യോ കൺട്രി വേൾഡാണ്. പാർക്കാണോ പോയിട്ട്? അമ്യൂസ്മെന്റ് പാർക്കിൽ. അയ്യോ എന്തൊരു തടുപ്പ്. സമയം എത്രയായി? 7 മണി. 7 മണിക്കുള്ള ഊട്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, വളരെ മനോഹരമാണ്. കാണുന്നില്ലല്ലോ. ആ റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് കാണില്ല, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഫ്ലാഗിന്റെ ബാക്കിലുള്ള. അതെ അതെ, അത് ഫ്ലാഗിന്റെ ലെഫ്റ്റ് സൈഡില്. അതും ഫ്ലാഗും ഒക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണ്. അതിന്റെ ആ നേരെ റോഡ് പോകുന്ന ആ മല കാണില്ലേ, അതിന്റെ സൈഡിലാണ് ബോട്ട് ഹൗസ് ഉള്ളത്. ബോട്ട് ഹൗസ്. ആ കാണുന്ന ആ ലൈറ്റ് കാണുന്ന വലിയ ബിൽഡിങ്, അത് 5 സ്റ്റാർ ഹോട്ടലാണ് ഊട്ടിയിലെ. അതന്നെയാണോ നമ്മൾ വരുമ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താന്നുള്ളത്? അത് തന്നെയായിരുന്നു. ഞാൻ വരുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൺ. അത് ആ മലേൻ്റെ മുകളിൽ മൊത്തം വീടാ. അതൊക്കെ ചെറിയ ചെറിയ പകല് കണ്ടല്ലോ, അത് ചെറിയ ചെറിയ പെട്ടി, പിന്നെ തീപ്പെട്ടി അടുക്കി വെച്ച പോലെ വീട്. അതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചോലയാണ്, കാടാണ്. പക്ഷെ അവിടെയൊക്കെ ഇപ്പോഴും കാട്ടിരുമ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പോ ആ 5 സ്റ്റാർ ഹോട്ടലില്ലേ, അതിന്റെ ഈ മല്ല അടിക്കാണ് മോഹൻലാലിന്റെ ബംഗ്ലാവ് ഉള്ളത്. സിനിമാ നടൻ മോഹൻലാലിന്റെ ബംഗ്ലാവ്. ആ കാണുന്ന മലേന്റെയും ഈ കാണുന്ന ഇതിന്റെ ലാലട്ടോടെല്ലാം തോന്നുന്നത്. വെട്ടവും വെളിച്ചം വന്ന് സഹായിച്ച മിസ്റ്റർ ബിനോയ്ക്ക് നന്ദി. വിളിച്ചില്ല. അപ്പൊ പിന്നെ എങ്ങോട്ടാ എന്നിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് വേണമെങ്കിൽ പോയിട്ട് കറങ്ങിട്ട് വരാം. ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ രാത്രി സവാരി, രാത്രി ഇതിലെങ്ങനെ ഇതിലേക്ക് എങ്ങനെ വരും. അപ്പൊ നൈറ്റിൽ നല്ല ഡ്രസ് ഉണ്ട് അവിടെ കാണാം. ആണോ? നല്ല രസമാണ്, ലൈറ്റ് ഒക്കെ സൂപ്പർ ആയിക്കോളെ. എന്നാ മെല്ലെ താവട്ടിറക്കട്ടെ.
ചപ്പ് കാണിച്ചടാ. ഊട്ടിക്ക് വന്നാൽ നൈറ്റ് ലൈഫ് കണ്ടില്ല എന്ന് വേണ്ട. ഇതിന്റെ വ്യൂ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ വ്യൂ ഇല്ലേ, അത് പകലെടുക്കുമ്പോഴാണ് എന്താ പറയാ, കുതിരപ്പന്തയം നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, റേസ് കോഴ്സ്, കുറെ സംഭവം കാണാനുണ്ട്. കാലത്ത് നേരത്തെ എടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് മുഴുവൻ മഞ്ഞ് വിട്ട് ചാരം വീശുണ്ടാവും. പിടിക്കാം. ഉള്ള റോഡ് സൈഡിലുള്ള തുണികളൊക്കെ കൂട്ടി തന്നെ ഫാൻ അടിച്ചിട്ട് ഒരു പെൻഗിനാ മുന്നേ പോണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉച്ചയ്ക്ക് നടന്ന അതേ സ്ഥലം. നല്ല ഇണക്കമുള്ളൊരു പെൻഗിനെ പോലെ. വീട്ടിൽ വളർത്തുന്ന പെൻഗിനെ വരുന്നുണ്ട്. ആണോ? കുറച്ച് മുടി ഉണ്ടെങ്കിൽ അന്യനെ നടക്കി. പോലീസ് സ്റ്റേഷൻ, ഉദകമണ്ഡലം പോലീസ് സ്റ്റേഷൻ. നേന്ത്രപ്പള് വാട്ടർ ATM ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വാട്ടർ ATM. പൈസ ഇട്ടാൽ വെള്ളം കിട്ടും. നമ്മളെ മാർക്കറ്റ് അവിടെ ദൂരെ വരെ ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമായിരുന്നു. ഈ കാണുന്ന ഇതിനപ്പുറത്തുള്ളത് ഇവിടെയൊക്കെ പൊളിച്ച്. ബീഫിൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലാണിത്. ഹോട്ടൽ താജ്. ബീഫ് കൊണ്ടാട്ടം, ബീഫ് ഫുള്ള് ബീഫ്. ഇവിടുത്തെ ലോക്കൽ പട്ടി. 32 ഇഞ്ച് LED TV വെറും 7000 രൂപ. അത് നല്ലൊരു ഓഫറാണല്ലോ. ഇത് കൊണ്ടുപോയി വർക്ക് ചെയ്യും. ഒന്ന് കുത്തും. ഫസ്റ്റ് ദിവസം ഗംഭീരമായിട്ട് വർക്കാവും. പിന്നെ കണ്ടറിയും ഇല്ലിൽ കൊണ്ടറിയും. ഇവിടെ ആയിരുന്നു മാർക്കറ്റിൻ്റെ വേറൊരു എൻട്രൻസ്. അതൊക്കെ പൊളിച്ചടക്കി. വെറൈറ്റി ഹാൾ ഏജൻസി. ലാബ് കോട്ട് അവൈലബിൾ. ഈ സാധനം ആയിരിക്കില്ലേ നേരത്തെ മുപ്പര് പറഞ്ഞ തണ്ടർ ബോൾഡ് ഹോട്ടലിൽ? ആ ബോൾ യെസ്. ഇപ്പോൾ പൈസ കൊടുക്കാൻ എത്ര സ്ഥലം കണ്ട്. സുപ്രീം മൊബൈൽസ്. തൽക്കാലം ബോംബെ പോകാത്തത് കൊണ്ട് ഇത് കണ്ട് ധൃതങ്ക പുളിക്കതിനാവാം. അപ്പുറത്ത് പോയാൽ ഇനിയും വ്യൂ കിട്ടും. പ്രഭു ആ പെണ്ണ് നോക്കിക്കുന്നു. പെണ്ണിൻ്റെ അപ്പുറത്ത് അത് പ്രതിമയല്ലേ?
ടാസ്മാക് ബാർ. ഒരു സാധനം മേടിക്കാം, അതിനുള്ളിൽ പോയിരുന്ന് അടിക്കാം. ചെന്നൈ മൊബൈൽസ്, ചെന്നൈ സിൽക്സിൻ്റെ ആരെങ്കിലും ആണോ? പൊളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ. ഇതാണ് മാർക്കറ്റിൻ്റെ മറ്റൊരു എൻട്രൻസ്. ഇതിനകത്താണ് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഫുള്ള് പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ. പുള്ളി പറഞ്ഞ പോലെ ആണെങ്കിൽ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5-2 മാസം, അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്കറ്റിൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ കംപ്ലീറ്റ് പൊളിക്കും. എന്നിട്ടാണ് ഫുള്ള് പൊളിച്ച് കഴിഞ്ഞിട്ടല്ലേ പുതിയ വർക്ക് തുടങ്ങുള്ളൂ. ആ യെസ്, ഇതാണ് ഉച്ചയ്ക്ക് പറഞ്ഞു തന്ന മറ്റേ ഡിജിറ്റൽ ക്ലോക്ക്. പറഞ്ഞ പോലെ രണ്ടിലും സമയം തെറ്റാണല്ലോ. ഇവിടെ 7:20 ആ ഭാഗത്ത് 7:10 ആയിരിക്കും. ഒരു പടി എത്തിയിട്ട് തിരിഞ്ഞു വെക്കുന്നതിനാണ് ഒരു വളവ് കളയാൻ 10 മിനിറ്റ് വന്ന്. അട്ടി സൈഡുകളിലേക്കുള്ള ബസ് മുഴുവൻ പറഞ്ഞാൽ അട്ടി മീൻസ് പറഞ്ഞാൽ കൂടിയിട്ട് ഓരോ ഗ്രാമപ്രദേശങ്ങൾ കിലോമീറ്ററുകളുള്ള പോകുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു 10-100 വീടുണ്ടാവും, അല്ലെങ്കിൽ 10-50 വീടുണ്ടാവും, അല്ലെങ്കിൽ 25 വീടുണ്ടാവും. അങ്ങനെ ഇത് തന്നെയാണ് അട്ടി എന്ന് പറയുന്നത്. ഈ അട്ടി സൈഡിലേക്ക് പോകുന്ന ബസ് മുഴുവൻ ഇവിടുന്നാണ്. ഊട്ടിയുടെ തിരുവോരങ്ങളിൽ ഞങ്ങൾ നടക്കുകയാണ്. ഇതൊരു മെയിൻ പോയിന്റാണ് ബസ്. മാർക്കറ്റ് അവിടുത്തെ കച്ചവടക്കാരുമാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് താൽക്കാലികമായി. അവിടുത്തെ പണി അവിടെ ഉള്ള പോലത്തെ കച്ചവടം ഇവിടെ കിട്ടുന്നുണ്ട് അവർക്ക്. ഉള്ളിൽ പോവാ അതുകൊണ്ട് നടക്കാം. മാർക്കറ്റിൻ്റെ ഒരു സൈഡ് അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാരൊക്കെ താൽക്കാലികമായിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പറഞ്ഞ പോലെ ഏകദേശം ഒരു മാർക്കറ്റ് പോലെ തന്നെ ആയല്ലോ. കട, കോഴി, കോഴി. അയ്യോ പാവം, കോഴികളൊക്കെ ക്ഷീണിച്ചുറങ്ങിപ്പോയി. ഇവിടെ വരെ വഴിയുള്ളൂ, ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കും. ന്യൂ ഷോപ്പാ? അതൊരു പുതിയ ഷോപ്പായിരുന്നു, അവരൊന്ന് തുറന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പം എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളു, അത് വീഡിയോ എടുത്തിട്ട് പോയാൽ മതി. അവിടെ ഒരു പുതിയ ഷോപ്പൊന്ന് തുറന്നിനി. ഇതെന്താ എടുക്കാത്തത്? ഞാൻ ചേച്ചിൻ്റെ ഉള്ളിൽ കൂടി വീഡിയോ എടുത്തപ്പോൾ കയറി അടിക്കാൻ പോയി. എന്താ വീഡിയോ മുറിക്കറേ? ഫിഷ് ഫ്രഷ് ആയിരിക്കൂല, കാരണം ഇവിടെ ബീച്ചില്ലല്ലോ. വർക്ക് ഈസ് ഓൺ പ്രോഗ്രസ്. ബീഫൊക്കെ കൊണ്ട് മാറ്റി, ബീഫ് പന്നി പുറകു ആ സൈഡിലാണല്ലോ മൊത്തം ഇടിച്ചത്. ഇടിച്ചൊക്കെ ഇങ്ങോട്ടാക്കി. கட்ட முடியல. யூஸ் பண்ணுறது இது கழிச்சிட்டு ஒட்டுற மாதிரி பண்ண முடியும். நாளைக்கு கொண்டு வரேன். ഇത് മറുസൈഡ് പോക്കട ഉള്ളിൽ. യെസ്.
വീട്ടിലേക്ക് കയറുന്ന മറ്റൊരു വഴി. ഈ ഒരു മതിലിൻ്റെ അപ്പുറത്താണ് മറ്റേ കുതിരപ്പന്തയം, ഹോഴ്സ് റേസിങ് പരിപാടികളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ അവിടെ അതിനുള്ളിൽ കൂടെ ഒക്കെ ഇടയ്ക്ക് ഉണ്ട്. അതിന് പകൽ കണ്ടു കഴിഞ്ഞാലേ കറക്റ്റ് അറിയുള്ളൂ. അതാണ് നമ്മൾ റൂമിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കി കണ്ട സാധനം. മൊത്തം വീടുകൾ. അതിനപ്പുറത്ത് ഒരു ഹോട്ടൽ. ഞങ്ങളിവിടെ Walking in the moonlight. ഇതാണ് നമ്മളെ മാർബിളിൻ്റെ അമ്പലം. രാത്രി കാണാൻ നല്ല രസമുണ്ട്. ദിസ് ഈസ് ദാറ്റ് അമ്പലം. കുറച്ച് ഭക്തിമയം കൂടിപ്പോയോ ഊട്ടിയിൽ വന്നിട്ട്? അങ്ങനെ ഞങ്ങൾ പകല് കറങ്ങി നടന്ന സ്ഥലങ്ങൾ മൊത്തം രാത്രിയും കൂടി ഒന്ന് ഒരു റൗണ്ട് കൂടി കണ്ട്, പകല് കാണാത്ത കുറച്ച് സാധനങ്ങൾ കൂടി കണ്ട്, അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. ഒരു നാരങ്ങ വെള്ളം കഴിക്കാതെ നേരെ പിന്നെ കൊണ്ട് ചോദിക്കാതെ പിന്നെ കൊണ്ട് ഞാൻ ഒരു മാസം കഴിയട്ടെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് നടക്കില്ല.